നമുക്ക് ഈ അഡിനോയിഡ് ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ അത് വലുതാവും. അപ്പോൾ വലുതായി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് മൂക്കിനകത്തൂടെ എയർ പോകും. നമുക്ക് മൂക്കിനകത്തൂടെ ശ്വാസം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ലങ്സ് ആണ്. അപ്പോൾ ഇതിനകത്തൂടെ പോയിട്ട് നമ്മുടെ ത്രോട്ടിനകത്ത് എത്തുന്ന ഭാഗമാണ് ഈ നേസോഫാരിങ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ അഡിനോയിഡ്. ആക്ച്വലി മൂക്കിനകത്തേ അല്ല, മൂക്കും നമ്മുടെ വായും ചേരുന്ന ആ ഒരു ജംഗ്ഷൻ നേസോഫാരിങ്സ് പറയും. അവിടെയാണ് ഈ അഡിനോയിഡ് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് മൂക്കിനകത്തൂടെ ശ്വസിച്ചാൽ കുഴപ്പമില്ല, അതിനകത്ത് കിട്ടിയില്ലെങ്കിലും സാരമില്ല, വായ കൂടെ ആണെങ്കിലും ശ്വസിച്ചാലും മതിയല്ലോ എന്ന് പറയും. ആക്ച്വലി പോരാ. നമ്മൾ വായിലൂടെ നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ എയറിന്റെ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നില്ല. ഡ്രൈ എയർ ആണ് നമ്മുടെ ലങ്സിൽ പോവുക. അപ്പോൾ ആക്ച്വലി അതിനകത്ത് നമുക്ക് ഓക്സിജൻ നമ്മുടെ ബ്ലഡിനകത്തോട്ട് കയറാനുള്ള ക്വാളിറ്റി കുറയും. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓക്സിജൻ സിലിണ്ടർ അതിനകത്ത് എപ്പോഴും ബബിൾ വരുന്നുണ്ടാവും. അതിൻ്റെ റീസൺ ഇതാണ്. ആ എയർ, ആ ഓക്സിജൻ ആ വെള്ളത്തിനകത്തൂടെ പോകുന്ന സമയത്ത് അത് ഹ്യൂമിഡിഫൈഡ് ആവും. ആ ഹ്യൂമിഡിഫൈഡ് എയർ ആണ് നമ്മുടെ ലങ്സിലൂടെ പോയാലേ അത് നമ്മുടെ രക്തത്തിനകത്തോട്ട് നമ്മൾ ലിക്വിഡായിട്ട് കയറാൻ പറ്റുള്ളൂ. എയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ എയർ എംബോളിസം, ഇറ്റ് കുഡ് ബി മോർ ഡാമേജിങ്. ആ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ മൂക്കിനകത്താണ്. വായ്ക്കകത്ത് ഈ ഹ്യൂമിഡിഫിക്കേഷൻ ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ മൂക്കിനകത്തൂടെ തന്നെ പോയാലേ നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിനകത്തോട്ട് കയറുള്ളൂ. ദാറ്റ് ഈസ് വൺ തിങ്. നമ്മുടെ മൂക്കിനകത്തുനിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ചെവി, മിഡിൽ ഇയർ, ദെൻ സൈനസസ്. ഇതിനകത്തോട്ടൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ എയർ ഇതിനകത്തൂടെ പോയിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് നമ്മൾക്ക് നടക്കുന്നത്. നമ്മുടെ ഫേഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മൂക്കിനകത്തുകൂടെ തന്നെ ഈ എയർ പോകണം. അപ്പോഴേ നമുക്ക് സിമെട്രിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ.